ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഫസ്റ്റ് ജെയ് മെയിൻ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇനി ഏതാണ്ട് സെക്കൻഡ് ജെയ് മെയിൻ്റെ എക്സാമിന് വേണ്ടി എത്ര ദിവസമുണ്ട് സാർ? ഏകദേശം നമുക്കൊരു 45 ഡേയ്സ് അറൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സാം ഒക്കെ കഴിഞ്ഞതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടതിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ കണ്ടു കാണും. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ശരി, മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ലെങ്തി ആയിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പരാതി പറഞ്ഞത്. എന്നാലും ഒരു 10-12 ക്വസ്റ്റ്യൻ അല്ലേ സാറേ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു 99% നമ്മൾ നോക്കിയപ്പം ഏതാണ്ട് ഒരു 150-160 അറൗണ്ട് അല്ലേ മാർക്ക് മേടിച്ചിട്ടുള്ളവർക്ക് നമുക്ക് ഈ 99% അതായത് NIT എല്ലാ അഡ്മിഷൻ കിട്ടാവുന്ന രീതിയിലുള്ള മാർക്കുള്ളവരുണ്ട്. 50 എങ്കിലും ഒരു 145 to 150 എങ്കിലും മിനിമം സ്കോർ ചെയ്ത് നമുക്ക് NIT അഡ്മിഷൻ കിട്ടും. അത് ഉറപ്പാക്കും. അതിന് മാത്സ് നമ്മൾ ഒരു സാറേ ഒരു 10 ക്വസ്റ്റ്യൻ അല്ലേ, മാത്സ് ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നു. 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇനിയുള്ള ഒരു 45 ദിവസം നമ്മൾ ട്രൈ ചെയ്താൽ പോലും കുട്ടികളെ കണ്ടതിൽ പലരും 6 ചെയ്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ അതായത് ഇപ്പൊ കഴിഞ്ഞ ജെയ് മെയിന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണൊക്കെ നോക്കി അല്ലേ, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റെക്കോർഡ് കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ആ കഴിഞ്ഞ നടന്ന ജെയ് മെയിന്റെയും കഴിഞ്ഞ വർഷം നടന്ന ജെയ് മെയിന്റെ ക്വസ്റ്റ്യന്റെ പാറ്റേണൊക്കെ നോക്കി എളുപ്പമുള്ള രീതിയിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് 45 ഡേയ്സ് കൊണ്ട് അല്ലേ ഒന്ന് പഠിച്ചെടുത്താൽ പോലും അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഫേസിലുള്ള എല്ലാ പേപ്പറിലെയും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കണം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നോക്കി അല്ലേ, വലിയ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പുറകെ പോകണ്ട. ലെങ്തി ആയിട്ടുള്ളതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ സമയം പോകും. സമയം നമുക്ക് നഷ്ടപ്പെടുക. അപ്പൊ അത് നിങ്ങൾ നിങ്ങൾക്ക് പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നോക്കിയിട്ട് ഒരു ബിലോ 10 minutes അല്ലെങ്കിൽ 5 minutes ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾ ആദ്യം ചെയ്ത് പോകണം. എക്സാം ഭയങ്കര ടഫാണെന്ന് കാണുമ്പോൾ നമ്മൾ പാനിക്കാവരുത്. കാരണം എക്സാം ടഫായാൽ അതിനനുസരിച്ച് റാങ്കിൽ മാർക്ക് ഇപ്പം 130 മാർക്ക് കിട്ടുന്ന ആൾക്കും അപ്പോൾ ചിലപ്പോൾ എന്താ പറയാ 99% വരാം. ഈ വർഷം തന്നെ 2-3 പേപ്പർ അങ്ങനെ ടഫായിരുന്നു. അതുകൊണ്ട് 99% 150 താഴെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴേ രണ്ടാമത്തെ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ പാനിക്കാവരുത്. ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് പഠിക്കുക. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എല്ലാ ചാപ്റ്ററുകളും നോക്കണമെന്നില്ല. നമുക്ക് എളുപ്പമുള്ള എല്ലാ ചാപ്റ്ററും അത്യാവശ്യം അറിഞ്ഞിരിക്കണം അല്ലേ, എല്ലാ ചാപ്റ്ററിനെ പറ്റി അത്യാവശ്യം അറിയാം. കാരണം ഈ വർഷത്തെ ക്വസ്റ്റ്യൻ 45 ഡേയ്സിൽ നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത ചാപ്റ്റർ ആണെങ്കിൽ എന്നാലും എന്താ വെച്ചാൽ പല ക്വസ്റ്റ്യൻസും പല ചാപ്റ്ററിൽ ലിങ്ക് ചെയ്ത് വരുന്നുണ്ട്, ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സമയം കൂടുതൽ എടുക്കുമെന്ന് തോന്നുവാണെങ്കിൽ വിട്ടേക്കുക. ബാക്കി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ 98-99% മാർക്ക് ഓൾറെഡി സ്കോർ ചെയ്ത ആൾക്കാർ ഇനി ഇച്ചിരി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലേ അവര് അഡ്വാൻസിന് വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്തവര് കുറച്ചുകൂടെ നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക സമയമുള്ളത്. മറ്റേ അങ്ങനെ അല്ലാതെ ഒരു 95-94 ആ പെർസെന്റേജിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 90-ലേക്ക് വരാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു 45 ഡേയ്സ് പോലും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം സ്കോറിലെത്താൻ പറ്റും. ഇനി ആരെങ്കിലും മാത്സ് കാര്യമായിട്ട് നോക്കാതെ ഇപ്പം നമ്മളിവിടെ പറയുന്നത് കെമിസ്ട്രിയും ഫിസിക്സും നന്നായിട്ട് നോക്കണം. പക്ഷേ ഇത്തവണ കെമിസ്ട്രിക്ക് ഭയങ്കര കെമിസ്ട്രിക്ക് സമയം പോയി, അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട്. കെമിസ്ട്രി ഫിസിക്സും പഠിക്കുന്ന കൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ മാത്സ് കൂടെ കെമിസ്ട്രിക്ക് ഒരു 40 മിനിറ്റ് കൊണ്ടൊക്കെ പല കുട്ടികളും ചെയ്തു വരും. പക്ഷെ പ്രാവശ്യത്ത് പറ്റിയില്ല. അപ്പൊ അതിൻ്റെതാകുന്ന പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്തമാറ്റിക്സ് നിങ്ങൾ ഒട്ടും ഒഴിവാക്കാൻ നോക്കരുത്. മിനിമം ഒരു 10 ക്വസ്റ്റ്യൻ മാത്സ് 10 ക്വസ്റ്റ്യൻ, ഫിസിക്സ് 15 ക്വസ്റ്റ്യൻ, കെമിസ്ട്രി 15 ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നമുക്ക് 40 ക്വസ്റ്റ്യൻ ആയി. 40 ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 160 മാർക്കായി. 160 ആയി ഉറപ്പാണ് NIT അഡ്മിഷനാണ്. നോക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്നുകൂടെ ശ്രമിച്ച് നോക്കുക കേട്ടോ. ഇനിയും സമയമുണ്ട്, സമയം പോയിട്ടില്ല. നിങ്ങൾ ആദ്യത്തെ എക്സാമിന് മാർക്ക് കുറവാണെന്നത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ മാത്സ് നിങ്ങൾ ഒഴിവാക്കി പഠിക്കരുത്. കാരണം കേരള എൻട്രൻസ് വരുന്നുണ്ട് അല്ലേ. കേരള എൻട്രൻസ് 75 ക്വസ്റ്റ്യൻ 75 ക്വസ്റ്റ്യൻ മാത്സ് തന്നെ വരുന്നു. അപ്പോൾ നിങ്ങൾ ജെയ് മെയിന് മാത്സ് പഠിച്ചാൽ അത് തന്നെ ജെയ് മെയിന് മാത്സ് നിങ്ങൾ അത്യാവശ്യം പഠിക്കുന്ന ഒരാൾക്ക് കേരളയ്ക്ക് ഒരു 60 ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല അതെ, സീറ്റ് കിട്ടിയാലിന്റെ കുഴപ്പം നല്ലതല്ലേ. അതുകൊണ്ട് ഇനിയുള്ള സമയം ഈ ഒരു 45 ഡേയ്സ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുക. പഠിക്കണം ഇനിയുള്ള സമയം. അതായത് നമ്മൾ ആദ്യത്തെ എക്സാം ടഫായല്ലോ എന്നോർത്ത് നമ്മൾ ഒഴിവാകരുത്. അതായത് നമ്മളെ കൊണ്ട് പറ്റിയല്ല എന്ന് ചിന്തിച്ച് മാറാൻ പാടില്ല. ഇനിയുള്ള സമയം ശ്രമിച്ചാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കയറി വരാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു. India's #1 coaching center for NEET and JEE.